ഇന്ന് ജൂൺ 19. അനുഗ്രഹീതനായൊരു മനുഷ്യൻ്റെ പി.എൻ. പണിക്കർ എന്ന പുതുവായിൽ നാരായണ പണിക്കരുടെ സ്മൃതി ദിനം. ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ, വായനയുടെ നിത്യവസന്തം ലോകത്തിന് സമ്മാനിച്ച അനുഗ്രഹീതനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ദിനത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും നിങ്ങളേവർക്കും നേരുന്നു. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: മനസ്സ് തേനീച്ചക്കൂട് പോലെയാണ്. പുതിയ അറകളുണ്ടെങ്കിലേ പുതിയ ആശയങ്ങളെ സ്വീകരിക്കാനാകൂ. മനസ്സ് പുതിയ ആശയങ്ങൾക്ക് വേണ്ടി സജ്ജമാകുമ്പോഴാണ് പുതിയ അറിവുകൾ അവിടെ നിറയുന്നത്. അപ്പോൾ പുതിയ ആശയങ്ങൾ എങ്ങനെയുണ്ടാകുന്നു? പുതിയ അറിവ് എവിടെ നിന്നുണ്ടാകുന്നു? ഈ അറിവും ആശയവും വായനയിലൂടെ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. നമ്മുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ എഴുത്തുകാരൻ മോഷ്ടിച്ചെടുത്ത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു തരുന്ന പുസ്തകങ്ങൾ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കും. ഓരോ പുസ്തകവും അറിവിൻ്റെ, അനുഭവത്തിൻ്റെ, ചിന്തയുടെ ഒക്കെ ഒരു സമാഹാരമാണ്. വായന നമ്മെ സ്വപ്നം കാണാനും ചിന്തിക്കാനും സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സഹായിക്കും. നല്ല വായനക്കാരൻ അക്ഷരങ്ങളുമായി ചങ്ങാത്തം കൂടും. അവൻ്റെ ഏകാഗ്രത വർദ്ധിക്കാൻ അത് അവനെ സഹായിക്കുന്നു. ഒരു കഥ വായിക്കുമ്പോൾ ആ കഥയിൽ നാം ലയിച്ചു ചേരുന്നത് നമ്മുടെ ഏകാഗ്രതയിൽ നാം ആയിത്തീരുന്നു എന്നതിൻ്റെ തെളിവാണ്. സ്വപ്നം കാണാൻ പുസ്തകങ്ങൾ നമ്മെ സഹായിക്കും. APJ അബ്ദുൽ കലാമും നെഹ്റുവും എബ്രഹാം ലിങ്കണുമൊക്കെ പുതിയ ഒരു ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ടത് വായനയിലൂടെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഏതോ ഒരു കുട്ടിയുടെ സ്വപ്നത്തിൽ നിന്നാണ് വിമാനമെന്ന ആശയം രൂപകൽപ്പന ചെയ്യപ്പെട്ടതെന്ന് പറയാം. വികൃതിയായ, മടിയനായ ഏതോ ഒരു വിദ്യാർത്ഥിയുടെ, ഏതോ ഒരു കുട്ടിയുടെ മനസ്സിൽ മുളച്ചതാണ് റിമോട്ട് എന്ന സങ്കല്പമെന്നും പറഞ്ഞാൽ അതിൽ അതിശയോക്തിയുണ്ടെന്ന് തോന്നുന്നില്ല. മൺമറഞ്ഞുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായ മഹാരഥന്മാരുടെ അനുഭവവും അവർ ആർജിച്ചെടുത്ത അറിവും അവരുടെ പുസ്തകങ്ങളിലൂടെ അവർ നമുക്ക് പങ്കുവയ്ക്കുന്നു. ഓരോ ഗ്രന്ഥവും അവരുമായി സംവദിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ചുറ്റുപാടും വെളിച്ചമുണ്ട്. പക്ഷേ ആ വെളിച്ചം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ തുറന്നാലേ ആവുകയുള്ളൂ. കണ്ണ് അടച്ചിരിക്കുന്ന ഒരുവന് വെളിച്ചത്തെ സ്വീകരിക്കുക, നയനാനന്ദകരമായ ഈ പ്രകൃതിയെ അനുഭവിക്കുക, ആസ്വദിക്കുക അസാധ്യമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള പുസ്തകങ്ങളും ഇതുപോലെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നവയാണ്. പുതിയ ചിന്തകൾ, പുതിയ ആശയങ്ങൾ, പുതിയ സ്വപ്നങ്ങൾ, പുതിയ പ്രതീക്ഷകൾ, നന്മയുടെ വിത്തുകൾ, ഇതെല്ലാം നമുക്ക് പങ്കുവെച്ചു തരുന്ന പുസ്തകങ്ങളുമായി ചങ്ങാത്തം കൂടുമ്പോഴാണ് മനുഷ്യജീവിതം കൂടുതൽ സാർത്ഥകമായി തീരുന്നത് എന്ന് പറയേണ്ടി വരും. ഈ വായനാ ദിനത്തിൽ വായനയുടെ ലോകത്ത് അനേക പ്രാവശ്യം വായനയ്ക്ക് വിധേയമായിട്ടുള്ള, അനേകരുടെ ജീവിതങ്ങളെ ത്രസിപ്പിച്ചിട്ടുള്ള ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന പുസ്തകത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്തുകൊണ്ട് ഗാന്ധിജിയുടെ ഈ പുസ്തകം തിരഞ്ഞെടുത്തെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഗാന്ധി ഇന്ന് വേണ്ടതുപോലെ അറിയപ്പെട്ടിട്ടില്ല എന്ന തോന്നലാണ് അതിനെ പ്രേരിപ്പിച്ചത്. ഗാന്ധിജി ഇന്നൊരു മാർക്കറ്റിംഗ് തന്ത്രമായി മാറിയിരിക്കുന്നു. മത നേതാക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പ്രഭാഷകർക്കും ഗാന്ധിജി ഒരു വിഷയമായി മാത്രം നിൽക്കുന്നു. യഥാർത്ഥത്തിലുള്ള ഗാന്ധിജി ആരാണെന്നും ഗാന്ധിജിയുടെ ജീവിതം എന്താണെന്നും ഗാന്ധിജി നൽകിയ സന്ദേശം എന്താണെന്നും മനസ്സിലാക്കിയാൽ ഗാന്ധിജിയോടുള്ള ഭക്തിയും ബഹുമാനവും ആദരവും വർദ്ധിക്കുകയും സമൂഹം തന്നെ പുതിയൊരു ദിശയിലേക്ക് മാറുകയും ചെയ്യും. ഗാന്ധിജിയുടെ ഈ പുസ്തകം തൻ്റെ നേർക്ക് തന്നെ തിരിച്ചുപിടിച്ച ഒരു പുസ്തകമാണെന്ന് പറയാം. ഒരു കണ്ണാടിയിൽ ഗാന്ധി തന്നെ പ്രതിഫലിപ്പിച്ച് കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണിത്. തൻ്റെ ജീവിതത്തിലെ കുറവുകളും തൻ്റെ ജീവിതത്തിലെ താൻ ആയിത്തീർന്ന അവസ്ഥകളും എങ്ങനെയെന്ന് ഇതിലെ ഓരോ വാക്യങ്ങളിലൂടെയും ഗാന്ധിജി നമുക്ക് വെളിവാക്കി തരികയാണ്. ഗാന്ധിജിയുടെ ബാല്യം അത്ര നല്ലതായിരുന്നു എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെടുന്നില്ല.
തൻ്റെ മുത്തച്ഛനും തൻ്റെ അച്ഛനും തൻ്റെ മുതുമുത്തച്ഛനുമെല്ലാം നാട്ടുരാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരായിരുന്നു. സമ്പത്തും സാഹചര്യങ്ങളും എല്ലാം അവർക്ക് അനുകൂലമായിരുന്നു. എന്നാൽ തൻ്റെ അച്ഛനെക്കുറിച്ച് ഗാന്ധിജി പറയുന്നത് അദ്ദേഹം സമ്പത്തിനോട് ഭ്രമമുള്ള ആളായിരുന്നില്ല. അദ്ദേഹം സൽസ്വഭാവിയായിരുന്നു. അദ്ദേഹം പരോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തൽപരനായിരുന്നു. അമ്മ വിശുദ്ധിയുടെ വിളനിലമായിരുന്നു എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഇങ്ങനെയുള്ള മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച ഗാന്ധിജി ബാല്യത്തിൻ്റെതായ നൈമിഷികതകളിൽ നൈമിഷിക സുഖങ്ങളിൽ ഉൾപ്പെട്ടു എന്ന് ഗാന്ധിജി തുറന്ന് സമ്മതിക്കുകയാണ്. തൻ്റെ ഹൈസ്കൂൾ പഠനകാലത്തിൽ തൻ്റെ അധ്യാപകനായ ഗിൽ തന്നെ ഒരു തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച കഥ ഗാന്ധിജി അവിടെ പറയുന്നുണ്ട്. അന്ന് ഇൻസ്പെക്ടർ സ്കൂളിൽ പരിശോധനയ്ക്ക് വന്നപ്പോൾ കുട്ടികളുടെ അറിവ് പരിശോധിക്കാൻ വേണ്ടി ആ ഇൻസ്പെക്ടർ 5 വാക്കുകൾ എഴുതാൻ പറഞ്ഞു. അതിലൊന്ന് കെറ്റിൽ എന്നുള്ളതായിരുന്നു. ഗാന്ധിജി എഴുതിയപ്പോൾ അത് തെറ്റിപ്പോയി. അധ്യാപകൻ ഇത് കണ്ടുപിടിച്ചു. അധ്യാപകൻ തൻ്റെ ഷൂസ് കൊണ്ട് ഗാന്ധിജിക്ക് ഇത് തിരുത്തി കൊടുക്കുകയാണ്. ഇങ്ങനെ എഴുതണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. പക്ഷേ ഗാന്ധിജി അതിന് വഴങ്ങിയില്ല. മറ്റു കുട്ടികളുടെ തെറ്റുകളെല്ലാം അദ്ദേഹം പരിഹരിച്ചു കൊടുത്തു. എല്ലാവരും മുഴുവൻ മാർക്ക് വാങ്ങി. അവസാനം ആ അധ്യാപകൻ ഗാന്ധിജിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അനുസരിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങളാണ് നിനക്കുണ്ടാവുക. നിനക്ക് മിടുക്കനാകാൻ കിട്ടുന്നൊരു അവസരമായിരുന്നു, നീ അത് നഷ്ടപ്പെടുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജിക്ക് ആ ഗുരുവിനോട് അല്പവും നീരസം തോന്നിയില്ല. താൻ ചെയ്ത കാര്യത്തിൽ അദ്ദേഹത്തിന് കുറ്റബോധവും തോന്നിയില്ല. എന്നും സത്യവാനായിരിക്കണമെന്നുള്ള ആ ആഗ്രഹം ഗാന്ധിജിയിൽ രൂഢമൂലമായി തീരുകയാണ് ഇവിടെ ചെയ്തതെന്ന് ഗാന്ധിജി തുറന്നു സമ്മതിക്കുന്നു. നന്നേ ചെറുപ്പത്തിൽ സാധാരണ കുട്ടികളെ പോലെ ഗാന്ധിജിയും പലവിധ തഴക്കദോഷത്തിന് അടിപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹം ഏറ്റ് പറയുന്നുണ്ട്. തൻ്റെ ബാല്യകാലത്ത് കൂട്ടുകാരോടൊന്നിച്ച് പുകവലി അദ്ദേഹം ഒരു ശീലമാക്കിയിരുന്നു. ഇതിനു വേണ്ട തുക സമ്പാദിക്കാൻ വേണ്ടി തൻ്റെ വീട്ടിലെ ജോലിക്കാരുടെ കയ്യിൽ നിന്നും അദ്ദേഹം പണം മോഷ്ടിച്ചിരുന്നു. അത് തികയാതെ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്നും സ്വർണ്ണവളയുടെ ഒരു ഭാഗം മോഷ്ടിച്ചതായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ ദുശ്ശീലങ്ങളിൽ നിന്നും മോചനം തേടാൻ തനിക്കാകാത്തതിൽ വിഷമിച്ച ഗാന്ധിജി ആത്മഹത്യ ചെയ്യാനായിട്ട് കൂട്ടുകാരനോടൊന്നിച്ച് തീരുമാനമെടുത്തു. എന്നാൽ താനെടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ക്ഷേത്രനടയിലിരുന്ന് അദ്ദേഹം തൻ്റെ തെറ്റിനെയോർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്തു എന്ന് ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. തുടർന്ന് അങ്ങോട്ട് വരുമ്പോൾ താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് തൻ്റെ പിതാവിനോട് ഏറ്റുപറയണമെന്നൊരു ചിന്ത ഗാന്ധിജിയിൽ രൂപപ്പെട്ടു. എന്നാൽ പിതാവിനോട് പറയാനുള്ള ധൈര്യം തനിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് ഗാന്ധിജി ഒരു പേപ്പറിൽ എഴുതി തൻ്റെ പിതാവിന് അത് സമർപ്പിക്കുകയാണ്. രോഗശയ്യയിലായിരുന്ന പിതാവ് പലകയിൽ എഴുന്നേറ്റിരുന്ന് ഗാന്ധിജിയുടെ കത്ത് വായിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി പ്രവഹിച്ചു. ഗാന്ധിജി പറയുന്നു, പിതാവിൻ്റെ ആ ചുടുകണ്ണീർ എൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു എന്ന്. ഇതൊരു നല്ല മനുഷ്യനാകാൻ ഗാന്ധിജിക്ക് വലിയ പ്രചോദനം നൽകിയെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. തുടർന്നുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന് സ്കൂൾ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ സത്യവാനായിരിക്കാൻ അദ്ദേഹം ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു. എന്നാൽ 4 മണിക്കുള്ള കായിക പരിശീലനത്തിന് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. വാച്ചില്ലാതിരുന്ന അദ്ദേഹത്തിന് കാലാവസ്ഥ മാറിയപ്പോൾ സമയം മനസ്സിലാകാതെ വന്നതാണ് അതിൻ്റെ കാരണം. എന്നാൽ ഗുരു ആ സത്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് പിഴ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഒരു സത്യവാനായിരിക്കുമ്പോൾ തന്നെ അത് സത്യം കാത്തുസൂക്ഷിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുതെന്നും അദ്ദേഹം പറയുന്നു. ഗാന്ധിജിയുടെ ജീവിതം തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹം വിദേശത്ത് വിദ്യ അഭ്യസിക്കാൻ പോകുന്ന ഒരു രംഗം ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെ വിദേശത്ത് വിദ്യ അഭ്യസിക്കാൻ പോയാൽ തൻ്റെ മതവിശ്വാസം പോയിപ്പോകുമെന്നും മാംസഭക്ഷണം കഴിക്കുമെന്നുമുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മതവിഭാഗക്കാർക്കിടയിൽ രൂഢമായി. തന്മൂലം വിദ്യ അഭ്യസിക്കാൻ വിദേശത്തേക്ക് പോകുന്ന ഗാന്ധിജിയെ തടയണമെന്ന് അവർ തീരുമാനിച്ചു. എന്നാൽ ഗാന്ധിജി അതിന് നിന്നുകൊടുത്തില്ല. തന്മൂലം ആ ജാതിയിൽ നിന്നും ഗാന്ധിജിയെ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്.
തൻ്റെ ജീവിത പന്ഥാവിൽ അങ്ങോളം ഇങ്ങോളം വിമോചന പ്രസ്ഥാനങ്ങൾക്ക്, സത്യാഗ്രഹ സമരങ്ങൾക്ക് ഒക്കെ കാരണമായി തീർന്ന ജീവിതാനുഭവങ്ങളെ തുറന്നു കാണിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ. ചുരുക്കത്തിൽ വർണ്ണവിവേചനത്തിനെതിരെ, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് ഒക്കെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അനുദിന ജീവിതത്തിൽ അദ്ദേഹം അഭിമുഖീകരിച്ച പ്രശ്നങ്ങളായിരുന്നുവെന്ന് ഗാന്ധിജി തുറന്നു സമ്മതിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളും, ജീവിതത്തിലെ ഓരോ തകർച്ചകളും, ജീവിതത്തിൻ്റെ ഓരോ പ്രയാസ ഘട്ടങ്ങളും തന്നെ കൂടുതൽ പ്രബുദ്ധനാക്കുകയായിരുന്നു, തന്നെ കൂടുതൽ കരുത്തുറ്റവനാക്കുകയായിരുന്നു എന്ന് ഗാന്ധിജി അങ്ങോളം ഇങ്ങോളമുള്ള സംഭവങ്ങളിലൂടെ വിവരിക്കുന്നുണ്ട്. ചെറുതും വലുതുമായ ഒട്ടേറെ അനുഭവങ്ങളിലൂടെ ഗാന്ധിജി എന്ന ഞാൻ ആരാണ് എന്ന് ഗാന്ധിജി പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആധുനിക കാലത്ത് ഗാന്ധിജിയെ ഒരു ഉപകരണമെന്ന നിലയിൽ കാണുന്നവർക്ക്, തങ്ങൾക്ക് നേട്ടം കൊയ്യാൻ വേണ്ടി ഗാന്ധിജിയെ ഉപയോഗിക്കുന്നവർ, ഗാന്ധിജിയുടെ ഈ ത്യാഗപൂർണമായ ജീവിതത്തെ ഒന്ന് അടുത്തറിഞ്ഞിരുന്നെങ്കിൽ തങ്ങൾ എന്നേ പുതിയ മനുഷ്യരായി മാറുമായിരുന്നു. ഗാന്ധിജിയെ കണ്ടവർ, ഗാന്ധിജിയെ അറിഞ്ഞവർ, ഗാന്ധിജിയെ കേട്ടവർ പുതിയ വ്യക്തികളായി രൂപാന്തരപ്പെട്ടു എന്ന് പിൽക്കാല ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഗാന്ധിജിയുടെ വിപ്ലവകരമായ ഈ ജീവിതശൈലി നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, നമ്മുടെ മത നേതാക്കൾ, നമ്മുടെ സാമൂഹിക പ്രവർത്തകർ ഒക്കെ ഒന്ന് ഏറ്റെടുത്തിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്നേ ശോഭനമായി തീരുമായിരുന്നു. പുതിയ ഒരു ഇന്ത്യക്കായി, പുതിയൊരു നാളേക്കായി, പുതിയൊരു തലമുറയ്ക്കായി ഗാന്ധിജിയെ അടുത്തറിയുവാനും, ഗാന്ധിജിയെ സ്നേഹിക്കുവാനും, ഗാന്ധിജി നടന്ന വഴികളെ കണ്ടെത്തുവാനും ഈ ഗ്രന്ഥം ഓരോരുത്തരെയും സഹായിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. വായനാ ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗാന്ധിജിയെ അടുത്തറിയാനും സ്നേഹിക്കാനും, ഗാന്ധി മാർഗത്തിൽ ചരിക്കുവാനും നമ്മുടെ കുട്ടികൾക്കും യുവജനങ്ങൾക്കും പ്രചോദനം നൽകുന്ന ഈ ഗ്രന്ഥം ഏറ്റവും കുറഞ്ഞ വിലയിൽ പൂർണ്ണോദയ ബുക്ക് ട്രസ്റ്റ് നമ്മുടെ കൈകളിൽ എത്തിച്ചു തരികയാണ്. വായന മനുഷ്യനെ മാറ്റിമറിക്കുമെന്ന്, വായന മനുഷ്യനെ പുതിയ യുഗത്തിലേക്ക് നയിക്കുമെന്ന് ഈ ഗ്രന്ഥം തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് തുടർന്നും വായനയുടെ ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ മുതിർന്നവർക്കും ഒരു ഉപഹാരമായി നൽകാവുന്നതും വായനയിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ സഹായിക്കുന്നതുമായ ഗ്രന്ഥം നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ കരുതുന്നു.